വരാം. ടർഫ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഡിസ്കഷൻസ് കൂടെ നോക്കാം. നമുക്ക് ടർഫ് നോക്കാം. ടർഫ് തുടങ്ങി. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷത്തെ ടിവിയുടെ ഒരു ടർഫ്, കുറെ നാളുകൾക്ക് ശേഷമുള്ള ടിവിയുടെ ഒരു ടർഫാണ്. ആൻഡ് നമ്മൾ ഒത്തിരി നാളായി ടർഫ് കളിച്ചിട്ട്. ആൻഡ് അറ്റാക്കിങ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്, നമുക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഇവിടെ ആൻഡ് ഈ ഒരു ടർഫിന് നമ്മൾ ഒരുപാടൊന്നും എഫേർട്ടൊന്നും ഇടാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും ആരും ഓണപരിപാടി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനും പറയാം, ഈ ഒരു ഏരിയയിലോട്ടൊന്നും ആരും ഇല്ല കേട്ടാ. എനിക്ക് ടൈമർ കാണിക്കുന്നില്ലയോ? ഞാൻ പറയാം. ഇന്നത്തെ ഞാൻ ഇട്ടേക്കുന്ന ലൈനപ്പ്: ബ്രാവോ, വില്ലു, ആഷ്, ജൂഡ്, മോബി, മെസ്ബോയ്, നീലന്, സ്നൈപ്പ്, സാവേജ്, ഡോർക്കി, കുറുപ്പ്, ജുഗ്രു. ഇതാണ് നമ്മുടെ ലൈനപ്പ്. എല്ലാവർക്കും വെൽക്കം. വെൽക്കം. 43 മിനിറ്റ് 41 മിനിറ്റ് ക്വാളിറ്റി കൂട്ടിയിട്ട് ഫുൾ ആണ്. എനിക്കൊന്ന് ടി വി ഒരു പുള്ളിയുടെ ബോർഡ് എന്തോ അടിച്ചുമായിരിക്കും, അതിന്റെ തോന്നുന്നു. ഒരു ഹോട്ട് ഏരിയയിൽ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി തന്നെ പറഞ്ഞത് പുള്ളിക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന ലൈവിന്. ഞാൻ അതിന് മുമ്പ് ഒരാളുടെ ഇതൊക്കെ കാണിച്ചിട്ട് ചിലപ്പോ ഒരു അലിഗേഷൻ ഇതിലെ വലിയ കേറി ഇതിലെ വഴി ഉണ്ടല്ലോ. എലക്ഷൻ മൗസ് ഇല്ല. ചോദിച്ചേ അവന് ഇടുന്നില്ല. ഒരു അടുത്തൊരു 5-6 ടർഫിൽ ഇടുന്നില്ല അവന്. വളരെ മനോഹരമായ അല്ല, ബാക്കിയുള്ളവർ എവിടെയാണ്? എന്നാലും ഒരു എം ഡി ഗാർഡൻ ഏരിയയിൽ എന്തുകൊണ്ട് ഇതുവരെ ഫോൺ അവരാരും വന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അവർക്ക് അവിടെ ഇൻഫോ ഇല്ലല്ലോ ഡോക്ടറെ. അവർക്ക് ഇൻഫോ ഇല്ലല്ലോ. ടിവിക്ക് എങ്ങനെ ഇൻഫോ? ടിവിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്റെ പൊന്ന് ഡോക്ടറെ? അവിടെ ആളില്ലെന്ന് നിങ്ങൾ സ്പെക്കിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. മണി ടർഫ് ബിൽഡിങ്ങിന്റെ അടുത്തായിട്ട് പുറകിൽ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവർ ഇൻഫോ എടുക്കാൻ നീലൻ ഫോണിന്റെ അടുത്ത് ഒരു സ്കൗട്ടിംഗ് മെക്കാനിക്സ് വഴി ഇൻഫോ എടുക്കുന്നതാണ്. അവരിവിടെ തന്നെ അതല്ല എങ്ങനെ കേറ്റിയെന്ന് പറ്റുമോ? ഞാൻ ഒരാളുടെ ഐഡിയ ആണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഐഡിയ. ഇന്നലത്തെ പ്ലാനിന്റെ ഐഡിയ ആണ്. പഴയ വെളുപ്പിന് 5:30-6 മണിക്ക് ഇരുന്ന് ഇതായിരുന്നു ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ പൊസിഷൻ പിടിച്ചു കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് തോന്നുന്നു വണ്ടിയും കൂടെ കയറ്റി കൊണ്ടുവിടുന്ന ഒരു കവർ അവര് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് സോൺ ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി എടുത്തിട്ട് പോകണം. താഴെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, മനസ്സിലായോ? അപ്പൊ വണ്ടി എടുത്ത് അതൊരു കവർ ആക്ട് ആവുമല്ലോ. മീൻവൈൽ അങ്ങനെയും പറയാം. ഓക്കെ, ഒരു വൈൽഡ് സ്പ്രിന്റ് എൻട്രിക്ക് ശേഷം പിന്നെയും സ്കൗട്ടിങ് തുടങ്ങാൻ ഇതുവരെ ടാക്സി ബിൽഡിങ്ങിലോട്ട് ടിവിയുടെ ഒരു ടാക്സി ബിൽഡിങ്ങിലേക്ക് ഒരു ടിവിയുടെ ഇനിഷ്യേഷൻ വരുന്നുണ്ട്. ടിവിയുടെ ഇനിഷ്യേഷൻ ടാക്സി ബിൽഡിങ്ങിലോട്ട് വരുമ്പോഴും T47 ഫാർ എവേ ആണ്. ടിവി കുറച്ചും കൂടെ അഗ്രസീവ് ആവേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ടോ ഡൈനാമിക്? ഇല്ല പറയട്ടെ, ഈ കസിനോട് ഈ ഏരിയ കുറച്ച് നിന്നിരുന്നത് നല്ലതായിരുന്നു. അവിടെ ഉണ്ടല്ലയോ? ടിവി ഉണ്ട്. ഓക്കെ നിർത്തിയിട്ടുണ്ട്. ആദ്യമേ അവിടെയാണ് കയറിയത്. അവിടെ നിർത്തിയിട്ടുണ്ട്. പ്ലാൻ ടി വി ആദ്യമേ അവിടെ തന്നെയാണ് കയറിയത്. എനിക്ക് തോന്നുന്നു അല്ല, എനിക്ക് തോന്നുന്നു എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് ആയാലും അവിടെ ഒരു ബ്ലോക്കിംഗ് ആൻഡ് എൻട്രിങ് മെക്കാനിസത്തിനുള്ളതെല്ലാം നമ്മുടെ ടി വി ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് വന്നാലും അവിടെ ഗാർഡ് ചെയ്യാൻ ഒരു ടീമിനെ ഓൾറെഡി തന്നെ ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓൺ ഫൂട്ട് നമ്മൾ അധികം ആരെയും കാണുന്നില്ല. ഈ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള T47 ആക്ച്വലി അതും ഒരു നല്ല ഐഡിയ ആണ്. നേരത്തെ ഡൈനു പറഞ്ഞ പോലെ ഒരു സോൺ ഷിഫ്റ്റ് വരുന്ന ടൈമിൽ ഫസ്റ്റ് നോൺ അഗ്രസീവ് സോൺ ആയിട്ടും സെക്കൻഡ് അഗ്രസീവ് സോൺ ആയിട്ടും കളിക്കാനായിരിക്കും അവരുടെ ഒരു പ്ലാൻ. ഇപ്പൊ രണ്ടുപേരും തോണി കയറിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും തോണി കയറിയിട്ടുണ്ട്. അതെ, തോണി കയറുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുറുപ്പ്, ഡോർക്കി,
ടാക്സി ബില്ലിന് കയറി. കുറുപ്പും ഡോക്കിയും ടാക്സി ബില്ലിന്റെ ടോപ്പിലോട്ട് കയറി ഒരു ഫയർ അവിടെ അടി കിട്ടിട്ടവന് എന്റെ വണ്ടി കിട്ടും ഇരുന്നാ അടി ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. ടയർ ഈ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ഒരു ടീ ടിവിയുടെ ജുഗ്രു അത് മറ്റേ ഇവൻ ഗ്യാങ് ആണെന്നോ? ഇൻഫോ എടുക്കാൻ വേണ്ടി മാത്രമാണ് തോന്നുന്നത്. അഡ്വാൻറ്റേജ് കയറി നിൽക്കുന്നുണ്ട്. അശ്വിനോപ്പിയുടെ ബാനൊക്കെ മാറിയതേ കളിക്കുന്നു. അശ്വിനോപ്പിക്ക് ബാൻ അല്ലേ? ഇതിനകത്ത് ക്യാമറ മോഡ് അടക്കം എടുത്ത് കളഞ്ഞു. അവന്റെ ബാൻ മാറ്റി അവന്റെ സിറ്റിയിലുണ്ടായിരുന്ന ഇതിനകത്തൊന്നും മെയിൻ സിറ്റിയിലാണ് ഡ്രോൺ ഇല്ല, ക്യാമറ മോഡില്ല, എല്ലാം എടുത്ത് കളഞ്ഞു. ഡ്രോണൊക്കെ കൊടുക്കണല്ലേ ഇൻഫോ എടുത്ത് കളിക്കാൻ വേണ്ടി. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ ഒരു ഇതുണ്ടാവില്ലടാ. അടി കിട്ടുന്ന കുട്ടിക്ക് അതാ അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഏതെങ്കിലും മുക്കിലിരുന്ന് ഡ്രോൺ പിന്നെ വന്ന് മാക്കാച്ചി കുത്തി അടുത്തടുത്തൊക്കെ സൗണ്ട് കേൾക്കത്തില്ല, കൂടെ എന്താ പറഞ്ഞാലും കേൾക്കത്തില്ല. ഇല്ല വാലറിനകത്ത് സോവർ സാധനം എടുത്തില്ല അതുമില്ല. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഒരു കോടിയാണ് സാലറി. ബ്ലഡ് ഡെവിന് ആഹാ പിന്നെ എങ്ങനെ ഈ ഫണ്ട് മേളൊന്നല്ല. അത് കാണാം. എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ആരുടെ കയ്യിലാണ് ഈ ടർഫെങ്കിലും നമ്മൾ അടിച്ചെടുക്കുക. നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായി. ഇവിടുത്തെ ടർഫ് എങ്ങനെയാണ്, എങ്ങനെ വരും, അറ്റാക്കിംഗ് ആണോ ഡിഫെൻഡിംഗ് ആണോ യൂസ് ചെയ്യുന്നത് ഒരു ഐഡിയ. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഇന്ന് നമുക്ക് ആരുടെ കയ്യിലാണെങ്കിലും നമ്മൾ അടിച്ചെടുക്കും. ഇത് ഡൈനാമിക് കേട്ടോ. ഇത് എങ്ങോട്ട് സോൺ പോകുന്ന ഒരു പിടുത്തവും ഇല്ലല്ലോടാ. 12 കഴിയണം. എഴുതി തന്നില്ല. ഞങ്ങളല്ല ഞങ്ങൾ അടിച്ചിരിക്കേ പഠിച്ചിട്ട് ആരും ആയിക്കോട്ടെ ഇല്ല കളിക്കട്ടെ. അവരുടെ നോക്കണേ, അവര് കളിക്കട്ടെ. എല്ലാരും ഇവിടെ തന്നെ അല്ലേ? ഈ ഒരു 3 ബിൽഡിംഗ് തന്നെ. അവർ ഈ ഒരു 3 ബിൽഡിംഗ് ആണ് കളിക്കുന്നത്. സോൺ എത്ര എനിക്ക് തോന്നുന്നു ടിവിയുടെ പഴയ ഹോൾഡിംഗ് ബിൽഡിങ്സ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും ടിവിക്ക്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആകും എന്നുള്ളൊരു കണക്കൂട്ടലുകൾ കാരണമായിരിക്കും. അതെ സോണിപ്പോ വരും കേട്ടോ. സോണിപ്പോ വരെ 15 സെക്കൻഡ്. അത് നല്ല പാക്ഡ് 15 സെക്കൻഡ് സോൺ വരും കേട്ടോ. നല്ല പാക്ഡ് ഒരേ ഏരിയ മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഏരിയ ഫ്രീ ആണ്. ഇങ്ങോട്ട് പോകുന്നറിയാം. എങ്ങോട്ട് പോകുന്ന ഒരു അറിയാം. മാർഗം 8 സെക്കൻഡ് 7 സെക്കൻഡ്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സോണാണ്. 47 സോൺ മറ്റേ യു ബിൽഡിംഗ് വന്നു. യു ബിൽഡിംഗ് വിവാദമായി. ഞാൻ പറയട്ടെ, സോണില ടി വി അത് അറിഞ്ഞുകൊണ്ട് തന്നെ T47 താഴെ ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നു. ടി വി അത് അഡ്വാൻസ് നിന്ന് കഴിഞ്ഞു. ഓൾറെഡി നിന്ന് കഴിഞ്ഞു. ടിവിയോടെ വരുവാണെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും കിട്ടും. അപ്പൊ ഞാൻ പക്ഷേ ഇത് നാളേക്ക് വിവാദമായി. കാരണം എന്താ അറിയോ, ഇന്നലെ കേവിക്ക് അഡ്വാൻറ്റേജ്, കുറച്ചു മുമ്പ് ബെല്ലാരിക്ക് അഡ്വാൻറ്റേജ്, ഇപ്പൊ ടി അഡ്വാൻറ്റേജ്. പക്ഷേ അതിൽ അറ്റാക്കിംഗ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി രണ്ട് KVM ബെല്ലായും ഡിഫെൻഡിങ് ആയിരുന്നു. മനസ്സിലായോ? നമ്മൾ ഡെവലപ്പേഴ്സ് കോണം കൂടാൻ പോയി നോക്കാൻ മതി. നാളെ കരച്ചിലാണെന്നോ? പക്ഷെ ഒരു കാര്യം ഉണ്ടാണ്, ഈ ഫസ്റ്റ് സോൺ അഡ്വാൻറ്റേജ് വരുന്നത് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി. അതും ഒരു വിധത്തിൽ ശരിയാ. പ്രശ്നമുള്ള കാര്യമല്ല. ലൊക്കേഷൻ ഇനി മാറോടാ. അവന്മാരിപ്പോ പുഷ് ചെയ്യാൻ നിൽക്കണോ? മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മിച്ചമുള്ള ടീമുകളാണ്. രണ്ടുപേരും ായിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന ഇതിലൊരു കാര്യമുണ്ട്. ഇപ്പോഴുള്ള സോണിലില്ലേ ഏറ്റവും റബൽ ബിൽഡിംഗിലാണ് ഇവര് നിൽക്കുന്നത്, വണ്ടി കയറ്റിച്ചത്. അത് നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബിൽഡിംഗ്. എന്തൊരു ബിൽഡിംഗ്? റബൽ ബിൽഡിംഗ്. റബലാണ് കളിക്കുന്നത്. ഇത് റബലാണ്. ആ പേരൊന്നും പെട്ടെന്നൊന്നും മാറില്ല. പേരുണ്ടോ? ചന്ദ്രന്റെ ബിൽഡിങ് നമ്മള് പറഞ്ഞില്ലേ കൊറേ എപ്പോഴും കോള് ഇതാണ്. എനിക്ക് ഗ്രൗണ്ടിൽ ഷെഡ് തന്നാ മതി. ഡൈനാമിക് ബിൽഡിംഗ് ഇത്. ഡൈനാമിക് ബിൽഡിംഗ് ഇവിടെ തൊഴുത്ത് കെട്ടി തന്നാ എനിക്ക്. ചന്ദ്രന്റെ ബിൽഡിംഗ്, റബൽ ബിൽഡിംഗ്, ഈവൻ ഓപ്പോസിറ്റ്. അത് ടി മാത്രമല്ല സ്കോള് പറഞ്ഞോണ്ടിരുന്നത്. ഈവൻ ഓപ്പോസിറ്റ് കളിക്കുന്നവർ പോലും പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? ചന്ദ്രന്റെ ബിൽഡിംഗ്, റബൽ ബിൽഡിംഗ്. ഇത് ഡോർക്കി കടി കിട്ടണോടാ. ഡോർക്കി നൈസ് കവർ കൊടുക്കുന്നുണ്ട്. നീലനും കുറുക്കൂടെ കവർ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ടോർക്കിക്ക് അശ്വിനോപ്പിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്.
ഡോർ അവനെ പിക്ക് ചെയ്തേട്ടാ, പിക്ക് ചെയ്തേ, കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്തേ. പൊട്ടിയില്ല. ബാക്കി actually timely T47 cover. നൈസ് പുഷ് എടുത്ത് ടാക്സി ബിൽഡിംഗ് അവര് ഏകദേശം ടാക്സി ബിൽഡിംഗ് അവർ എടുത്തടാ. ഇവര് ടാക്സി ബിൽഡിംഗ് നമ്മൾ കൺട്രോൾ അല്ലായിരുന്നു. റബൽ ബിൽഡിംഗ് അടി കിട്ടും. അവർക്ക് ആകെ അടിക്കാൻ പറ്റിയത് ആ പക്ഷേ എനിക്ക് ഈ ബിൽഡിങ്സ് വിട്ടു കൊടുക്കണം മണ്ടത്തരമാണ്. എപിയുടെ കോളോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒറ്റ പുഷല്ലേ അതായിരിക്കും. അയ്യോ എപിയുടെ നലപ്പ വേണ്ട, അയ്യോ അങ്ങോട്ട് പോകണ്ട. അല്ല ഇതിപ്പം സംഭവം എന്ന് പറഞ്ഞാലേ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, രണ്ട് ഗ്യാങ്ങും ഒരേപോലെ ഗൺ പവറിൽ ബലാബലം ആയതുകൊണ്ട് ഈ കോർഡിനേഷൻ, സിനർജി ആൻഡ് ടാക്ടിക്സ് ഇത് മൂന്നും പിന്നെ കുറച്ച് ലക്കം ഇത്രയാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അങ്ങോട്ട് പോകുമ്പോ ആളെ കാണുന്നില്ലല്ലോ. ഇതിപ്പോ സോണ് അടുത്ത സോൺ 12 മിനിറ്റ് അടുത്ത സോൺ വരും. ഇനി കളി മാറി. ഇനി ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാര് ടി വി കയറിയില്ലല്ലോ. ടാക്സ് കയറട്ടാ. അല്ല അവിടെ ടാക്സി കയറി. രണ്ടുപേരും ഗൺ പവറിൽ ഈക്വൽ ആയതുകൊണ്ട് ഇത് എത്രാമത്തെ വട്ടമാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? കോർഡിനേഷൻ ഒക്കെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സ്നൈപ്പിന് അടി കിട്ടുന്നത്. സ്നൈപ്പിന് നല്ല അടി കിട്ടണം. പ്രശ്നം പറ്റി. അവർ ടേക്ക് കവർ ചെയ്തല്ലോ. രായന്റെ ബിൽഡിംഗ് ടേക്ക് കവർ ചെയ്തു. ടാക്സി ബിൽഡിംഗ് ടേക്ക് കവർ ചെയ്തു. ഓ ജുഗ്രു ജുഗ്രു അങ്ങോട്ട് ട്രേഡ് അല്ലല്ല ഒരു ജുഗ്രു അല്ല അങ്ങോട്ടും ഇങ്ങോട്ടല്ല. എടുത്തല്ല. ഞാൻ ഐഡിയ പറഞ്ഞു, ഈ ഒരു അടി. മോബി ഡൗണ് എടുത്ത് വീണ്ടും ട്രൈഡ്. ഇവിടെ കുത്തിച്ച് ഡോർക്കിനെടുത്ത് അവന്റെ പൊന്നു ക്ലിക്ക് അവരാ. അതാരെ ഫ്ലിക്ക് അറിയാ? അല്ല അടിച്ചു അടിച്ചു കുഴപ്പമില്ല. ഐഡി മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യപ്പെടുന്നില്ല. മറ്റേ സാധനം ഓണാക്കിയില്ലേ? ഓ ബ്രാവയ്ക്ക് നല്ല അടി കിട്ടിയേട്ടാ. ഇല്ലില്ല ചെയ്തില്ല ഇതിപ്പോ നമ്മളെ കറങ്ങും മിക്കവാറും അവര്. ഇതിപ്പോ നമ്മളെ കറങ്ങും മിക്കവാറും. ആ അതെ 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 അതെ. രണ്ട് വണ്ടി ബാക്ക് വരും നമ്മുടെ. അടുത്ത വണ്ടി എത്തിയല്ല. ഓ ബ്രാവയ്ക്ക് നല്ല അടി കിട്ടിയടാ. ബ്രാവയ്ക്ക് ഇതിലും കിട്ടി. നല്ല അമ്മ കറങ്ങി ജൂഡ്. ഓ അതെ ജൂഡ്, ജൂഡിന് വണ്ടി വേണം. ജൂഡിന് വണ്ടി വേണം. തൊട്ട് ബാക്കിൽ കണ്ടില്ലേ ഫ്ലിക്കിനെ? എടാ ജൂഡിന് നല്ല കിട്ടിയടാ. ജൂഡിന് വേറെ സൈഡിൽ നിന്ന് കിട്ടിയടാ. ജൂഡി ഫ്രണ്ടില്. ഓ എടാ ഇല്ല അതിന് പകരം നോക്കുക. ലെഫ്റ്റ് ആംഗിൾ സെപ്പറേറ്റ് കുത്തുക. റൈറ്റ് ചുറ്റാനും പറ്റൂല. റൈറ്റ് ബ്ലോക്ക് ചെയ്തവര്. ജൂഡ് 1 HP. അപ്പാപ്പനൊരു ജൂഡ് അടിക്കല്ലേ ക്യാപ്പ് തായോ. അയ്യോ സാവേജ് വീണടാ. ഓ നൈസ്. ഉള്ളണല്ലേ ഒന്നും കണ്ടില്ല ഞാൻ. ഒന്നും കണ്ടില്ല. മനസ്സിലായി. നൈസ് പുഷ് ചെയ്തെടുത്ത സീനില്ല സീനില്ല. വെൽ പ്ലേഡ്. നൈസ്.